ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി എല്ലാവരും വിളിക്കുകയാണ്. മോളെ അഞ്ജനെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും എന്താ മുത്തശ്ശി വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതേ, എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ മുത്തശ്ശിയും എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് കുറേ കാര്യങ്ങളെല്ലാം അവിടെ രഹസ്യമായിട്ട് പറയണം. നമ്മുടെ അജയ് മാത്രമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വളരെ സന്തോഷം തോന്നിക്കണം. ആ നല്ലൊരു കാര്യം തന്നെയാണെന്ന് എല്ലാവരും സമ്മതം മൂളുകയാണ് മുത്തശ്ശിയോട്. അങ്ങനെ സമ്മതം മൂളിയതിന് ശേഷം നമ്മുടെ അജയുടെ അമ്മ, അപ്പോൾ അജയുടെ അമ്മ അജയെ കാണുകയാണ്. മോനെ നീ പോവുകയാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ എനിക്ക് സ്റ്റേഷനിലേക്ക് പോകണ്ടേ അമ്മേ പറഞ്ഞപ്പോഴേക്കും അതെ, ഇന്ന് ഒരു പൂജയുണ്ട്, നീ നേരത്തെ തന്നെ വരണമെന്നും പറയണം. പൂജയോ? എനിക്ക് നേരത്തെ പൂജയ്ക്കൊന്നും വരാനൊന്നും പറ്റിയൊന്നുമില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയത്? എനിക്ക് അതിൻ്റെതായ കുറേ വർക്കുകളൊക്കെ ഉണ്ട്, മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല അജയ്, എന്തൊക്കെ പറഞ്ഞാലും നീ ഒന്ന് വന്നേ മതിയാവുള്ളൂ, നിനക്ക് വേണ്ടി നടക്കുന്നൊരു പൂജയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണേ. എനിക്ക് വേണ്ടി നടക്കുന്ന പൂജയോ? നിനക്ക് വേണ്ടി നടത്തുന്ന പൂജയാണ് അജയ്. നിനക്ക് നല്ലത് വരാൻ വേണ്ടിയേ ഇവിടെ നടത്താനും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. നല്ലതോ? എനിക്ക് എന്ത് നല്ലത് വരാനാമേ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര നല്ല കാര്യങ്ങളാണല്ലോ. അതാ പറഞ്ഞത്, നിൻ്റെ ദോഷങ്ങളെല്ലാം മാറി നല്ലത് വരാൻ വേണ്ടി തന്നെയാണ് അമ്മ എനിക്ക് ഈ പൂജയ്ക്കൊന്നും വരാൻ പറ്റിയൊന്നുമില്ല. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടത്തിയാൽ മതി. അതൊന്നും പറ്റില്ല. നീയും കൂടി ഈ ചടങ്ങിലുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അതിനു വേണ്ടിയാണ് നീ വന്നോന്ന് പറഞ്ഞത്. ഇത് വല്ലാത്തൊരു കഷ്ടമല്ല അജയ്, ഈ അമ്മക്ക് വേണ്ടിയല്ലേടാ. നീ ഒന്ന് വാടാ, നിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമല്ലേ അമ്മ പറയുള്ളൂ. ഈ ഡ്രസ്സ് ഉടുത്തിട്ട് വൈകുന്നേരം കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും ഇവിടെ വന്നേക്കണം. ഇന്ന് മീറ്റിങ്ങും കാര്യങ്ങളൊന്നും നിനക്കില്ലെന്ന് എനിക്കറിയാം. നിൻ്റെ ചുമ്മാ അടവ് മാത്രമാണ് അജയ്. അമ്മ പറഞ്ഞ നീ കേൾക്കില്ല, അമ്മയെ വിഷമിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ വിഷമിപ്പിക്കുമോ? എൻ്റെ അമ്മ പറയുന്നത് കേൾക്കാനല്ലേ എനിക്കിഷ്ടം. ഉറപ്പായിട്ടും ഞാൻ വൈകുന്നേരം വരാം. ഉറപ്പാണല്ലോ? തീർച്ചയായിട്ടും. എന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമാണ്. എങ്കിലേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്നാൽ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ അജയ് നേരെ ഇറങ്ങുക. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഭൂമിയാണ്. അപ്പോൾ ഭൂമി സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് സ്കൂട്ടർ നിന്ന് പോവുകയാണ്. ചേടാ, ഇതെന്തൊരു കഥയായി. ഇന്ന് നേരത്തെ കോഫി ഷോപ്പിൽ എത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്കൂട്ടർ പണി മുടക്കുമോ? എടാ, നിന്നെയൊക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എടാ, നിന്നെ എത്ര നാളായിടാ എൻ്റെ കൂടെ തന്നെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് നീ എനിക്കിട്ട് പണി തന്നല്ലേ, അതും ഈ നട റോട്ടിൽ വെച്ച് എനിക്കിട്ട് പണി തന്നല്ലേ. നിന്നെയൊക്കെ സ്നേഹിക്കുന്നത് വെറുതെയാടാന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടറിനായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി. അപ്പോൾ സ്കൂട്ടറിനിട്ട് ഒരു തട്ടൊക്കെ കൊടുക്കുകയാണ്. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകണമല്ലോ. നീ കണ്ടോ, നിന്നെ ഞാനിവിടെ തനിച്ചാക്കിയിട്ട് ഇനി ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകും. കണ്ടോ നീ? ഓട്ടോറിക്ഷ നോക്കി എന്നിട്ട് ഒരു ഓട്ടോറിക്ഷ പോലും അങ്ങോട്ട് വരുന്നില്ല. ഭൂമിക്കാണെങ്കിൽ കാലി വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പം അതേ നോക്കുമ്പോൾ വരുന്നടാ നമ്മുടെ അജയ് CI സാറ്. ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അയ്യോ, വരുന്നുണ്ടല്ലോ കടുവയുടെ കണ്ണിൽ പെടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കണ്ടില്ല എന്ന ഭാവത്തിൽ നമ്മുടെ ഭൂമി നിൽക്കുകയാണ്. അപ്പോൾ അജയ് വന്നിട്ട് ഭൂമിയുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. എന്ത് പറ്റി? പണി മുടക്കിയോ എന്ന് ചോദിച്ചപ്പോഴേക്കോ ഒരു പണിയും മുടക്കിയൊന്നുമില്ല. മനസ്സിലായി, ടയർ പഞ്ചറായല്ലേ, ഇനി എങ്ങനെ പോകും? ഞാനെങ്ങനെയെങ്കിലും പോയിക്കോളാം. അതിങ്ങനെ മോന്ത കുറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഭൂമി? ഭൂമിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ല? ഇല്ല, എനിക്ക് ദേഷ്യം മാറിയില്ല. ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു ഓട്ടോറിക്ഷ പോലും വരാൻ പോകുന്നില്ല. കറക്റ്റ് സമയത്ത് കോഫി ഷോപ്പിൽ എത്തണ്ടേ? ഭൂമി വാ, കയറ്, ഞാൻ കൊണ്ടാക്കി തരാം. അയ്യോ സാറിൻ്റെ ഇതൊന്നും വേണ്ട, എനിക്ക് എപ്പോഴെങ്കിലും ഓട്ടോറിക്ഷ കിട്ടും, അപ്പം ഞാൻ ഓട്ടോറിക്ഷ കയറി പോയിക്കോളാം. താൻ ഇങ്ങനെ വാശികളെടോ. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് താൻ വന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനന്ന് ആ ദേഷ്യത്തോടെ പറഞ്ഞതാണ്. താൻ എന്നോട് ക്ഷമിക്കുക ഭൂമി, അറിയാതെ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മുടെ ഭൂമിക്ക് ചിരിയൊക്കെ വരികയാണ്. ക്ഷമിക്കടോ, സത്യോടും പറഞ്ഞതാ, ഇനി ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് പറയില്ല. എന്താ അതുപോലെ? എന്നാലും സാറേ, ഇങ്ങനെ ആരോടും ദേഷ്യപ്പെടാനായിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരോടൊന്നും ദേഷ്യപ്പെടില്ല. ചിലവരുടെയൊക്കെ മുഖം കണ്ടാൽ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ. ഈ ദേഷ്യം അർഹതപ്പെടുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അത് ശരി, അപ്പം ഞാൻ അർഹതപ്പെട്ടവളാണ്, അതുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെട്ടല്ലേ. ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് മോന്ത വെറുപ്പിക്കണ്ട. വാ കയറ്. അപ്പം ചിരിച്ചുകൊണ്ട്, എൻ്റെ ദൈവം, ഇപ്പോഴെങ്കിലും ചിരിച്ചു കണ്ടല്ലോ. ഞാനിവിടെ വന്നപ്പോഴേ ആ ടയർ പഞ്ചറായ പോലെ തന്നെയായിരുന്നു തൻ്റെ മുഖം ഇരുന്നത്. ഇപ്പം ഏതായാലും ഓക്കെ ആയാലും വണ്ടി കയറ്. അതെ, ഞാൻ വണ്ടിയിലൊക്കെ കയറാം, പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് പാഞ്ഞു പോകരുത് കേട്ടല്ലോ എന്നവിടെ പറയുക.
ഇപ്പോൾ ഭൂമിയുടെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ വണ്ടി പതിയെ ഓടിക്കുള്ളൂ, എന്താ അതുപോലെ വണ്ടി കയറ്. അങ്ങനെ നമ്മുടെ ഭൂമി വണ്ടിയിലേക്ക് കയറുകയാണ്. വണ്ടി നേരെ CI സാറ് സ്റ്റേഷനിലേക്ക് നേരെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ്. ഇത് എന്താണ് ഇവിടെ നിർത്തിയത്, എൻ്റെ കോഫി ഷോപ്പ് അവിടെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി ചാടി ഇറങ്ങിയാണ്. ഇതെന്താ സാറേ, സുന്ദരിയായ ഒരു പെണ്ണ് പുറകിലിരിക്കുന്നു, അതുപോലും ചിന്തിക്കാതെ ഇതെന്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്? സുന്ദരിയായ പെണ്ണോ? നീയോ? എന്താ ഞാൻ സുന്ദരിയല്ലേ? പിന്നെ അത് നീ മാത്രമേ പറയുള്ളൂ. അയ്യടാ, ഞാൻ സുന്ദരി തന്നെയാ, എനിക്കറിയാം ഞാൻ സുന്ദരിയാണെന്ന്. അത് ശരി, അതൊക്കെ ഇരിക്കട്ടെ, ഞാനേ ഇവിടം വരെയും കൊണ്ടൊന്ന് ആക്കി തന്നു, അതിനെ എന്താണ് കോമ്പൻസേഷൻ കിട്ടണം എന്ന് വെച്ചപ്പോഴേക്കും ശരി, എത്രയാണ് വേണ്ടത് സാറിന്? എത്രയാണ് വേണ്ടത്? എനിക്ക് പൈസയൊന്നും വേണ്ട, പക്ഷെ നല്ലൊരു കോഫി കിട്ടണം എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി, കോഫി ഞാൻ ഉടനെ ചേച്ചിയുടെ അടുത്ത് കൊടുത്തു വിട്ടോളാം. ചേച്ചിയല്ല, താനാണ് എനിക്ക് കോഫി കൊണ്ടുവന്ന് തരേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് പോയി കഴിഞ്ഞപ്പോഴേക്കുവേ ഭൂമിക്ക് എന്തോ ഒരു സംശയം. ഇതെന്ത് പറ്റി? സാറ് നല്ലൊരു മൂഡിലാണല്ലോ, ഇത് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ എന്നോട് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്? അങ്ങനെ നമ്മുടെ ഭൂമി നേരെ ചായ ഉണ്ടാക്കാനായിട്ട് ചേച്ചിനോട് പറയുകയാണ്. ഇതെന്താണ് ഭൂമി, ഇന്ന് വഴക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? സാറ് നല്ല മൂഡിലാണെന്ന് തോന്നുന്നുണ്ട് ചേച്ചിയെ. ഇതൊക്കെ വല്ലപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഭൂമി ചായ റെഡിയാക്കി നേരെ അജയുടെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ അജയ് ആ ചായ മേടിച്ചിട്ട് ഒന്ന് കുടിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മുഖമല്ലാതെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഭൂമി പറയണ, എന്താ സാറേ ചായക്ക് കടുപ്പം കുറഞ്ഞു പോയോ? ഇല്ല, ഇന്നേ കടുപ്പം കുറച്ച് കൂടുതലാണ്. ഓഹോ, അത് ശരി. പിന്നെ അതുമാത്രമല്ല, ചായക്ക് അങ്ങോട്ട് തീരെ മധുരമില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മതി സാറേ, ചായ ഉണ്ടാക്കിയതേ ഞാനല്ല, ചേച്ചിയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നും കൂടി ഒന്ന് കുടിച്ചു നോക്കട്ടെ, വെറുതെ അല്ല, മധുരം കറക്റ്റാണ്, കടുപ്പം പാകത്തിനാണ്. ഓഹോ, അപ്പം ഇപ്പം കടുപ്പം മധുരമൊക്കെ പാകത്തിനായല്ലേ? അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിക്കുക. ഭൂമി, ഇവിടെ ചായ കുടിക്കുന്നവരുടെ പറ്റൊക്കെ കറക്റ്റായിട്ട് എഴുതി വെക്കുന്നുണ്ടോ? പിന്നെ പറ്റൊക്കെ കറക്റ്റായിട്ട് എഴുതിയും വെക്കുന്നുണ്ട്, അവരൊക്കെ കറക്റ്റ് സമയത്ത് പൈസ തരുന്നുമുണ്ട്, ഒരാളൊഴിച്ച്. ഒരാളൊഴിച്ചോ? അതാരാണ് ഒരാളൊഴിച്ച് എന്ന് പറഞ്ഞപ്പോഴേക്കും അതേ നമ്മുടെ അജയ് CI സാർ എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അജയ് ഒന്ന് സ്തംഭിച്ചിങ്ങ് നിൽക്കുകയാണ്. എല്ലാവരുടെ മുഖത്തേക്കും ഇങ്ങനെ നോക്കുക, എല്ലാവർക്കും ചിരിയും വരുന്നുണ്ട്. CI ആയതുകൊണ്ട് CIയുടെ മുന്നിൽ ചിരിക്കാനും പറ്റുമോ? വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിന്നോണ്ടിങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അജയുടെ മുഖം കണ്ടപ്പോഴേക്കും ഭൂമിയും പേടിച്ചു പോയി. ദൈവമേ, പറഞ്ഞത് അബദ്ധമായി പോയോ, ഇനി നമ്മുടെ തല എടുക്കോ എന്നുള്ളൊരു പേടി നമ്മുടെ ഭൂമിക്കും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അജയ് അവിടെ ചിരിച്ചു കണ്ടപ്പോഴേക്കും എല്ലാവർക്കും ആശ്വാസമായത്. എങ്കിൽ പിന്നെ ശരി, ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി പോകാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും എടോ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ സാറേ? അതെ, ഇന്ന് എൻ്റെ വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട്, തന്നോട് പായസത്തിന് വല്ല ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ല സാറേ, ഓർഡർ ചെയ്തില്ലല്ലോ. ഒരു എനിക്ക് വേണ്ടിയുള്ളൊരു പൂജയാണേ. അപ്പോൾ താൻ വൈകുന്നേരം നടക്കുന്നത് പൂജയ്ക്ക് വരുന്നുണ്ടോ? ഇല്ല സാറേ, ഞാൻ പൂജയ്ക്ക് വരുന്നില്ല. അപ്പോൾ അജയുടെ ആ ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴേക്കേ ഭൂമിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. എങ്കിൽ പിന്നെ ശരി, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ വൈകുന്നേരം ആവുകയാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അജയ് അമ്മ കൊടുത്ത ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ വന്ന് ഗേറ്റ് തുറക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഗേറ്റും തുറന്നത് അജയെ സ്വീകരിക്കാൻ വേണ്ടി താലപ്പൊലിയും ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. അജയ്ക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ അജയ്യെ ആരതി ഒഴിഞ്ഞ് നേരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഡോറ് തുറന്നതും വലിയൊരു സിംഹാസനം പോലെ എന്തൊക്കെ ഇങ്ങനെ ഒരുക്കിയൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് അജയ്ക്ക് എന്തൊക്കെയൊരു സംശയം തോന്നിക്കുകയാണ്. ഇതെന്താ ഡെക്കറേഷനൊക്കെ, ഇതെന്താണ് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് അജയ് ചോദിക്കുകയാണ്. ഈ പൂജ ഇങ്ങനത്തെ പൂജയാണ്, ഇത് ഗംഭീര പൂജ തന്നെയാണെന്ന് പറയാണ്. ഓ, അത് ശരി. അങ്ങനെ അജയ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരും നല്ല മിടുക്കിയായിട്ട് വരികയാണ്. മുത്തശ്ശിയും അതേപോലെ തന്നെ നല്ല പട്ടുസാരിയെ കൊടുത്ത് ആഭരണമൊക്കെ ഇട്ടൊക്കെ വരികയാണ്. എല്ലാവരും അതിൻ്റേതായ രീതിയിൽ വരികയാണ്. അപ്പോൾ അജയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നിക്കണം. അപ്പോൾ അജയോട് പറയണം അവിടെ പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും പൂജാരി അവിടെ ഇരുന്ന് പൂജകളെല്ലാം ചെയ്യുകയാണ്. പൂജകളെല്ലാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പൂജാരി പറയുകയാണ്, ഇനി പെണ്ണിനെ വിളിച്ചോളൂ. ഇത് കേട്ട് അജയ് പേടിച്ചു പോകണം, പെണ്ണിനെ വിളിച്ചോളാനാ. അപ്പം മുത്തശ്ശി മോളെ അഞ്ജനെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പം അഞ്ജന അതാ വരുന്ന മുത്തശ്ശി എന്ന് പറഞ്ഞു നല്ല സന്തോഷത്തോടെ തുള്ളിച്ചാടി വരികയാണ്. പൂജാരി പറയുക, ഇവിടെ വന്ന് ഇരുന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ അജയുടെ അടുത്ത് പോയിരിക്കുകയാണ് അഞ്ജന.
അപ്പോൾ ഇത് കണ്ട അജയ്ക്ക് കൂടുതൽ സംശയമായി. എനിക്ക് വേണ്ടി നടത്തുന്ന പൂജയെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിന് ഇവളെൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ വീണ്ടും ആ പൂജകളെല്ലാം ചെയ്യുകയാണ്. അതിന് ശേഷം മോതിരം എടുത്ത് കൊടുത്തിട്ട് ഇനി മോതിരമാറ്റം നടത്തിയാലോ. അപ്പോഴാണ് അജയ്ക്ക് കാര്യം മനസ്സിലായത്, ഇത് തനിക്ക് വേണ്ടിയുള്ള പൂജയല്ല, എൻഗേജ്മെൻ്റ് ആണെന്ന്. അജയ്ക്ക് ഒരു അക്ഷരം പോലും പറയാൻ പറ്റിയില്ല. അപ്പോൾ അജയ് ഇങ്ങനെ സ്തംഭിച്ചു. അപ്പോൾ അജയ് അവിടെ നിന്ന് ചാടി എണീക്കണം. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കണം. മോനെ അജയ്, നീ അവിടെ ഇരിക്കുക, പറയട്ടേന്നേ, അവിടെ ഇരിക്കുക, നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അങ്ങോട്ട് ഇരുത്തുകയാണ്. മോനെ അജയ്, ഇന്ന് നിൻ്റെ നിശ്ചയമാണ് അജയ്, ഇതെല്ലാം അഞ്ജനയുടെ പ്ലാനായിരുന്നു എന്ന് പറയുമ്പോൾ അജയ്ക്ക് അത് വിശ്വസിക്കാനും പോലും പറ്റിയില്ല. അങ്ങനെ അജയുടെ കയ്യിലേക്കും, അതായത് പെണ്ണിൻ്റെ കയ്യിലേക്കും മോതിരം കൊടുക്കുക. അപ്പോൾ അജയനോട് ആദ്യം തന്നെ ചെറുക്കൻ മോതിരം ഇടാനായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അജയ് ആണെങ്കിൽ, ഇപ്പം ഞാൻ ഈ മോതിരം ഇടാതെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും, വലിയൊരു കൂട്ടക്കലഹം ഉണ്ടാകും, പിന്നീട് എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരവസ്ഥ വരും. അത് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടവും. പ്രായമായിരിക്കണം, മുത്തശ്ശിയെ സങ്കടപ്പെടുത്താൻ പാടില്ല, ഇപ്പം ഞാൻ കുറച്ച് അടങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് നമ്മുടെ അജയ് മനസ്സിലങ്ങനെ കരുതുകയാണ്. അപ്പോൾ നമ്മുടെ അജയ് ശരി, ഞാൻ ഈ ചടങ്ങിന് തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അജയ്ക്ക് ഓർമ്മ വന്നത് തൻ്റെ ആ ഒരു പ്രണയിനിയുടെ കയ്യിലേക്ക് തൻ്റെ മോതിരങ്ങൾ ഇട്ട് കൊടുത്ത ആ ഒരു ഇതാണ് നയനയുടെ കയ്യിലേക്ക് മോതിര മാറ്റം നടത്തിയ ഒരു ഇതാണ് നമ്മുടെ അജയ്ക്ക് ഓർമ്മ വരുന്നത്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.